നമസ്കാരം. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരയാണ് NTV ന്യൂസ് ചർച്ചകളായി നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്ന മധുരമുള്ള പുഞ്ചിരിയുമാണ്. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ഇനി എന്തിനാണ് ഈ സമരവും നിരാഹാരവും? നമ്മുടെ നാഷണൽ ഹൈവേകളിൽ ഇപ്പം നിരന്തരം ചില സ്ഥലങ്ങളിലെല്ലാം നിരാഹാരവും സമരവും നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ച അതിലേക്കാണ് തുടക്കമിടുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ 15 വർഷമായി എക്സ്പീരിയൻസ് ഉള്ള സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് ഫേമുമുള്ള ശ്രീ ഷിബു മനോഹറിനോടൊപ്പമാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ തുടക്കത്തിലെ നമ്മുടെ ആ വിഷയത്തിലേക്ക് കടക്കാം. ഇനി എന്തിനാണ് ഈ സമരവും നിരാഹാരവും? നമ്മൾ ഈ ഇപ്പം നമുക്ക് നമ്മുടെ സ്ഥലം എടുക്കാം, മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകാതെ നമ്മുടെ കൊട്ടിയം ജംഗ്ഷൻ, കൊല്ലം ജില്ലയിൽ കൊട്ടിയം ജംഗ്ഷൻ എടുക്കാം. അപ്പോൾ കൊട്ടിയം ജംഗ്ഷനിൽ നമ്മൾ കാണുന്നത് ഒരു ചൈന വൻമതിൽ പോലെ ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ ഇതെന്താണ് എന്താണ് ഇതിലിവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഈ റോഡിൻ്റെ പണികളെക്കുറിച്ചുള്ള ചർച്ചയാണല്ലോ നമ്മളിവിടെ നടക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പറഞ്ഞാൽ എല്ലാം സംഭവിച്ചതിന് ശേഷം അയ്യോ ഞങ്ങളുടെ നാട്ടിൽ കൂടെ വരുന്ന ഇങ്ങനൊരു വൻമതിലാണല്ലോ എന്നാണ് ജനങ്ങൾ പിന്നീടാണ് തിരിച്ചറിയുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. അപ്പം നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ തുടക്കം മുതൽ പോകണം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഒരു ചർച്ച ജനങ്ങളുടെ ബോധവൽക്കരിക്കാൻ കൂടി ആകണം. നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ അത് ജനങ്ങളെ ബോധവൽക്കരിക്കണം. അപ്പം നമ്മൾ അത് തുടക്കത്തിലേക്ക് പോകാം. അതെ, അതായത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു വിജ്ഞാപനമാണല്ലോ. നമ്മുടെ കേരളത്തിൽ 60 മീറ്റർ സ്ഥലം റോഡിന് വേണ്ടി എടുക്കുന്നു. അപ്പൊ നമ്മുടെ വിജ്ഞാപനം വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ചെയ്തത് ഉടനെ സമരം തുടങ്ങി. കേരളത്തിൽ 60 മീറ്റർ സ്ഥലം എടുക്കുന്നു, തുടങ്ങാം, സ്ഥലം അത്ര എടുക്കണ്ട. അവിടെയാണ് നമ്മളുടെ തുടക്കത്തിലുള്ള പാളിച്ചകൾ പറ്റിയത്. അവിടെയാണ് പാളിച്ചകൾ തുടങ്ങുന്നത്. നമ്മൾ ഒരു ഡ്രോയിങ്ങുമായിട്ട് അവരൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം. അത് പഠിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രോജക്റ്റ് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു DPR വരും, ഒരു രൂപരേഖ വരും. ഈ രൂപരേഖ ആർക്ക് കിട്ടും? ഒന്ന് നമ്മുടെ ജനപ്രതിനിധികൾക്ക് കിട്ടും. രണ്ട് നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഇവിടെ എല്ലാം ഈ രൂപരേഖ കിട്ടും. ഈ രൂപരേഖ കിട്ടുമ്പോൾ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് ആരാണ്? നമ്മുടെ പഞ്ചായത്ത് മെമ്പർ തൊട്ട് MP വരെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ജനപ്രതിനിധികൾ ഇതിനൊരു
മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി, അവിടുത്തെ ചെറിയ ചെറിയ ജനപ്രതിനിധികളായ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെയാണ്, നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ പാലം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മണ്ണിട്ട പാലം വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇതിന്റെ രൂപരേഖ ഇങ്ങനെയാണ്, ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നടത്തി, ജനങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തി ഇത് വേണയോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. തീരുമാനിക്കാൻ അവസരം ജനങ്ങൾ കൂടെ കൊടുക്കണം. അന്നേരം പിന്നെ ഇത് നീണ്ടു പോകത്തില്ലേ? അത് ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരുപാട് നീണ്ടുപോയി, സ്ഥലം എടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. നീണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. DPR എന്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടെ നിന്നും ഇത് ജനങ്ങളിൽ എത്തിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരണമോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ചൈന മതിൽ ഇങ്ങനെ വരുമെന്നുള്ള രൂപ നേരത്തെ കൊടുക്കണം, ഇതാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇത് മതി കൊടുത്തു. ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങള് അല്ലെങ്കിൽ ജനപ്രതിനിധികള് അത് പഠിച്ച് റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ 60 മീറ്റർ സ്ഥലമെടുപ്പിന് വന്നു കഴിഞ്ഞാൽ ആ 60 മീറ്റർ സ്ഥലമെടുപ്പിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സെൻട്രലിലെ ഡിവൈഡർ ഉണ്ട്, എത്ര മീറ്റർ മെയിൻ റോഡ് വരും, എത്ര മീറ്റർ സർവീസ് റോഡ് വരും, എത്ര ഓട വരും, ഇതെല്ലാം അതിനകത്ത് വ്യക്തതയോടുകൂടി ഉണ്ട്. പക്ഷേ അത് നമ്മൾ പഠിച്ചില്ല. ഇനിയിപ്പോൾ ഈ നിരാഹാരം കിടന്ന് ആരെ കാണിക്കാനാണ്? കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു, ഇനി നടക്കാനുള്ള നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഓട മുതൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം അതല്ലേ അതിന്റെ തുടക്കം. ആ തുടക്കം നമ്മളെ ചർച്ചയിൽ വന്നില്ലല്ലോ, ഇനി അങ്ങോട്ട് വരുന്നതല്ലേ ഉള്ളൂ അല്ലേ? ഇനി അങ്ങോട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 60 മീറ്ററിൽ നിന്നും 45 മീറ്ററായി, 45 മീറ്ററിൽ നിന്നും പിന്നെ 30 മീറ്റർ ആക്കാനൊക്കെ ഉള്ളവരുടെ സമരം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും 30 മീറ്ററിൽ അവർക്ക് റോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവർക്കും അറിയാം. അതാണ് 45 മീറ്റർ ആയത്. 45 മീറ്റർ ആയപ്പോൾ 60 മീറ്ററിൽ നിന്ന് 45 മീറ്റർ ആയപ്പോൾ പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ രൂപരേഖയും മാറ്റേണ്ടി വന്നു. ആദ്യം ഉണ്ടായിരുന്ന എല്ലാ രൂപരേഖയും മാറ്റേണ്ടി വന്നു. മനസ്സിലായില്ലോ? അപ്പൊ രൂപരേഖ മാറ്റി, അതും മാറ്റിയ രൂപരേഖയോടെ എത്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും പഠിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് ചർച്ചകളിലുള്ളത് ഇതിൻ്റെ തുടക്കം മുതൽ ഉള്ള ഒരു ചർച്ചകളാണ് ഈ പരമ്പരകളിൽ നമ്മൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ പ്രേക്ഷകരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്? നാഷണൽ ഹൈവേയുടെ പണി ഇവിടെ തുടങ്ങുന്നത് തന്നെ അവർ സ്ഥലം എടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന കൾവേട്ട് അഥവാ ഓടയുടെ വർക്കാണ് തുടക്കം തന്നെ അവരുടെ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്ഥലത്തെയും ഓടയുടെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ജനങ്ങളെ ബോധവൽക്കരിക്കാനായി നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തുടക്കം അവർ ഓടയിലല്ലേ തുടങ്ങിയത്, നമുക്കും അതിൽ അവിടെ തന്നെ തുടങ്ങണം, ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ ഈ ജനങ്ങളെ നമ്മൾ ഇത്തരത്തിൽ ബോധവൽക്കരിച്ചാൽ ഇതിലുണ്ടാകുന്ന ഒരു ഫലം എന്തായിരിക്കും? ഈ നിരാഹാര സമരവും കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിരാഹാര സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ആ നിരാഹാര സമരങ്ങൾ ഇത് നടത്തേണ്ടി വരത്തില്ല. ജനങ്ങളെ ആദ്യമേ ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ ഈ സമരം വേണേൽ അതിന് മുന്നേ നടത്തും. ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, അല്ലെ ഞങ്ങൾക്ക് ഇങ്ങനെ മതി എന്ന് രൂപ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോഴീ സമരം അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഈ സമരം ചെയ്യുന്നത് എന്തിനാണ്? ഇനി ചൈന വൻമതിലെടുത്ത് മാറ്റണമെന്നാണോ അവർ പറയുന്നത്? ചൈന വൻമതിലെടുത്ത് മാറ്റിയിട്ട് വേണ്ടുന്ന സ്ഥലത്ത് ഓവർ ബ്രിഡ്ജുകൾ, അതായത് തൂണിൽ തീർത്ത പാലം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. പലയിടത്തും അങ്ങനെ നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? പലയിടത്തും അങ്ങനെ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ ആ ഭാഗത്തൊക്കെ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഈ കൊട്ടിയത്തിന്റെ അത്ര വികസനമില്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് ചേപ്പാട്, അമ്പലപ്പുഴ ഭാഗങ്ങളിലെല്ലാം വന്നേക്കുന്ന തൂണിൽ തീർത്ത പാലങ്ങളാണ്. അവിടുത്തെ ഒരുപക്ഷെ അവിടുത്തെ ജനപ്രതിനിധികൾ അന്ന് മണ്ണിൽ തീർത്ത പാലം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ഇത്തരത്തിൽ കാര്യഗൗരവത്തോടെ അവർ പ്രവർത്തിച്ചു. ഇവിടെ അതുണ്ടായില്ല. അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് നമുക്ക് എങ്ങനെ ജനങ്ങളെ ഇത് ബോധവൽക്കരിക്കാം, ഓടയിൽ നിന്ന് തുടങ്ങി അവസാനം വരെയുള്ള നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഈ ചർച്ചകൾ ഉണ്ടായാൽ ഈ ചൈന വൻമതിൽ ഇനി എന്തായാലും മാറാൻ പോകുന്നില്ല അല്ലേ? ചൈന വൻമതിൽ മാറാൻ പോകുന്നില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഈ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇത് വന്ന് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഒരുപാട് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഉത്തരവെന്ന് പറഞ്ഞാൽ 90% ഫിനിഷ് ജോലി പൂർത്തിയാക്കിയ റോഡുകളെല്ലാം ഞങ്ങൾ അത് പൂർത്തിയാക്കി തന്നെ പോകുന്നതാണ് അവരുടെ വിജ്ഞാപനം. അപ്പോൾ ഇനി NTV നമ്മൾ തുടക്കത്തിൽ തൊട്ട് മനസ്സിലാക്കുകയും ഇതിനകത്ത് പ്രേക്ഷകർക്ക് കൂടുതൽ നമ്മുടെ ചർച്ചകളിലൂടെ ഇതിനകത്ത് വാസ്തവ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരു കാര്യത്തിലായിട്ട് കടക്കുന്നതായിരിക്കും. ഈ പരമ്പര തുടങ്ങുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് അറിയിക്കുക. നമ്മൾ നിങ്ങളുടെ കാര്യങ്ങൾ വിലക്കെടുക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.